എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ ഈ മണ്ഡലകാലത്ത് ഒരു തപസ്യയായിട്ട് ശ്രീമദ് ഭാഗവത മാഹാത്മ്യം സമ്പൂർണമായിട്ട് എല്ലാ ദിവസവും ഒരു 12-13 ശ്ലോകം വെച്ച് 500 ചില്ലാന ശ്ലോകം 41 ദിവസം കൊണ്ട് അവരിവിടെ പാരായണം ചെയ്യുകയും അതിൻ്റെ ചെറിയൊരു സാരം പറയുകയും ചെയ്യുന്നു. 7ാം ദിവസമായ ഇന്ന് 2ാമത്തെ അധ്യായം തുടങ്ങുകയാണ്. ഇന്ന് പാരായണം ചെയ്യുന്നത് അഭിന ആണ്. ജ്ഞാനപ്പാനയും ഏകശ്ലോക ഭാഗവതവും ചൊല്ലുന്നത് ക്ഷേത്രാസ്മിത ബിജു. 2 കുട്ടികളും ഓൺലൈനിലും നേരിട്ടുള്ള ക്ലാസ്സിനും ഒക്കെ വളരെ സജീവമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണ്. കഴിഞ്ഞ രാമായണ മാസകാലത്തും എല്ലാ പരിപാടികളിലും ഉണ്ടായിരുന്നു. 2 പേരുടെയും പാരൻസ് അതീവ ശ്രദ്ധയോടെ കുട്ടികളെ മഠത്തിലെ ക്ലാസ്സുകളിലേക്ക് അയക്കുന്നവരാണ്. ഏറ്റവും സന്തോഷത്തോടു കൂടി അഭിനയെയും ക്ഷേത്രയെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി അഭിനയെ പ്രോഗ്രാം അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യർസേതോന്മയാദിതരജശ്ചാർത്തേക്ഷവിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോചിത കൈതഗോത്ര പരമോ നിർമ്മത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ് ഭാഗവതേ മഹാമുനി കൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യവേ പ്രകൃതിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതത്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരഗോപിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിഥിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാമ പുരാണഗുഹ്യം തം വ്യാസസോനുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത സ്തുന്നന്തി ദിവ്യേ സവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തഃപ്ലവിതും സുരാസുരഗണം ദേവായ തസ്മൈ നമഃ. കോമളൻ പൂജയൻ വേണും ശ്യാമളോയം കുമാരഃ വേദവേദ്യം പരം ബ്രഹ്മ വാസദാം പുരോ മമ. ഭൂതേർയ ഇമാ പുരോവിധു ധർമായ ചേതേയദംശു പൂരുഷ. ഗുണാൻ ഷോഡശ ഷോഡശാത്മക
സ്വയം കൃഷിഷ്ട ഭഗവാൻ താംസിനി. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം അധ്യായം 2 1 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളാണ് ഞാൻ ഇവിടെ പാരായണം ചെയ്യുന്നത്. അഹോ ചിന്താതുരാഗതം ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. ദ്രൗപദീ ച പരിത്രാദം യേന കൗരവകസ്മലാത് പാലിതാ ഗോപസുന്ദര്യ സ കൃഷ്ണ ക്വാപി നോ ഗതഃ. ത്വം തു ഭക്തേ പ്രിയാ തസ്യ സതതം പ്രാണജ്യോതിരാ ത്വയാ ഹൂതസ്തു ഭഗവാൻ യാതി നീചഗൃഹേക്ഷതി. സത്യാദിത്രിയുഗേ ബോധവൈരാഗ്യവും മുക്തിസാധകവും കലൗ തു കേവല ഭക്ത ബ്രഹ്മ സായുജ്യകാരിണി. ഇതി നിശ്ചിത്യ ചിദ്രൂപ സദ്രൂപം ത്വം സസർജഃ പരമാനന്ദചിന്മൂർത്തി സുന്ദരീം കൃഷ്ണവല്ലഭാം. ബദ്ധ്വാഞ്ജലി ത്വയാ പൃഷ്ടം കിം കരോമീതി ചൈകദാ ത്വാം തദാ ജ്ഞാപയത് കൃഷ്ണോ മദ്ഭക്താൻ പോഷയേതി ച. അംഗീകൃതം ത്വയാ തദ്വൈ പ്രസന്നോ ഭൂതരിസ്തദാ മുക്തിം ദാസീം ദദൗ തുഭ്യം ജ്ഞാനവൈരാഗ്യകാവിമോ. പോഷണം തേന രൂപേണ വൈകുണ്ഠേ ത്വം കരോഷി ച. ഭൂമൗ ഭക്തവിഭോഷായ ഛായാരൂപം ത്വയാ കൃതം. മുക്തിം ജ്ഞാനം വിരക്തിം ച സഹ കൃത്വാ ഗതാ ഭുവി പ്രദാദിത്വാ പരസ്യാന്തം മഹാനന്ദേന സംസ്ഥിത. കലൗ മുക്തിക്ഷയം പ്രാപ്ത പാഖണ്ഡാമയ പീഡിത ത്വദാജ്ഞായാ ഗതാ ശീഘ്രം വൈകുണ്ഠം പുനരേവ സ. സ്മിതാ തയാ വിജാത്രൈവ മുക്തിരായാദിയാദി ച. പുത്രീകൃത്യ ത്വയേമൗ ച പാർശ്വേ സൈവ രക്ഷിതൗ. ഉപേക്ഷാദത് കലൗ മന്ധൗ വൃദ്ധൗ ജാതൗ സുതൗ തവ തദാപി ചിന്താമുഞ്ച ത്വമുപായം ചിന്തയാമ്യഹം. ഞാൻ പാരായണം ചെയ്ത ശ്ലോകത്തിന്റെ സാരം നമുക്കൊന്ന് നോക്കാം. ഹേ ബാല്യേ, നീ വെറുതെ ദുഃഖിക്കുന്നു. ആശ്ചര്യം തന്നെ, നീ ചിന്താത്തിലായിരിക്കുന്നത് എന്താണ്? ശ്രീകൃഷ്ണ പാദങ്ങൾ സ്മരിക്കൂ, എല്ലാ ദുഃഖങ്ങളും മാറും. ദുഃഖമുണ്ടാകുമ്പോഴെല്ലാം കലിയുഗത്തിൽ ഭഗവത് പാദ സ്മരണയാണ് ഏറ്റവും ഫലവത്തായ ഔഷധമെന്ന് ശ്രീ നാരദർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൗരവ സഭയിൽ വെച്ച് ദുര്യോധന ദുശാസനാദികൾ ക്ലേശകർഷണം വസ്ത്രാപഹരണം മുതലായ ദുഷ്പ്രവർത്തികളാൽ ക്ലേശിപ്പിച്ച് ദ്രുപദരാജപുത്രിയായ പാഞ്ചാലിയെ ആരാണോ ആ ദുഃഖത്തിൽ നിന്ന് രക്ഷിച്ചത്, ശംഖചൂടാദികളെ വധിച്ച് ഗോപസ്ത്രീകളെ ആരാണോ ദുഃഖത്തിൽ നിന്ന് രക്ഷിച്ചത്, ആ ശ്രീകൃഷ്ണ ഭഗവാൻ എവിടെയും പോയിട്ടില്ല. സർവത്ര നിറഞ്ഞിരിക്കുന്ന ആ ഭഗവാന് വരവും പോകുമൊന്നുമില്ല, എപ്പോഴും എവിടെയും ഉണ്ട്. ഹേ ഭക്തി, നീ ഭഗവാന് എല്ലായ്പ്പോഴും പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവളാണ്. നീ വിളിച്ച നീചഗ്രഹങ്ങളിൽ പോലും ഭഗവാൻ ഓടിയെത്തുക തന്നെ ചെയ്യും. ഭഗവാനെ മനസ്സലിഞ്ഞ് വിളിക്കാം. ഭാഗവതത്തിൽ ധർമ്മവ്യാസൻ, രാമായണത്തിൽ ശബരി, മഹാഭാരതത്തിൽ വിതുര എന്നിവരുടെ ഗ്രഹങ്ങളിൽ ഭഗവാൻ എത്തിയിരുന്നുണ്ട്. ദ്രൗപദി ഗോപസ്ത്രീകളൊക്കെ ഹൃദയംഗമമായി വിളിച്ചപ്പോഴാണ് ഭഗവാൻ എത്തിയത്. സത്യാദി ത്രിയുഗങ്ങളിൽ, അതായത് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം മുതലായ യുഗങ്ങളിലും മുക്തി കാരണമായി ജ്ഞാനവൈരാഗ്യങ്ങളുണ്ട്. എന്നാൽ കലിയുഗത്തിൽ ഭക്തി മാത്രമാണ് ഈശ്വരപ്രാപ്തിക്ക് കാരണം. നിന്നെ കൊണ്ട് എല്ലാ ജനങ്ങൾക്കും മുക്തി ലഭിക്കുക. കലിയുഗത്തിൽ നിന്നെ കൊണ്ട് മാത്രമേ ഗുണമുണ്ടാവുകയുള്ളൂ എന്ന് നിശ്ചയിച്ച ഭഗവാൻ, പരമാനന്ദവും ബോധമാകുന്ന സ്വരൂപത്തോടു കൂടിയ ഭഗവാൻ, ഭഗവാന്റെ സ്വരൂപത്തിൽ സദൃശ്യമായ രൂപത്തോടു കൂടിയ സുന്ദരിയായ നിന്നെ ശ്രീകൃഷ്ണ വല്ലഭയായിട്ട് സൃഷ്ടിച്ചു. ഒരിക്കൽ കൈകൂപ്പിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിച്ചപ്പോൾ, എന്റെ ഭക്തന്മാരെ പരിപോഷിപ്പിക്കൂ എന്നാണ് ആജ്ഞാപിച്ചത്. ആ കൽപ്പന നീ അംഗീകരിച്ചു. അപ്പോൾ ശ്രീഹരി നിന്നിൽ സന്തോഷിച്ചു. മുക്തിയെ ദാസിയായിട്ടും ജ്ഞാന വൈരാഗ്യം എന്ന 2 പേരെ പുത്രന്മാരായിട്ടും നൽകി.
ഭക്തി ആശ്രയിച്ചാലേ മുക്തി ലഭിക്കൂ എന്ന് ശ്രീ നാരദർ ജ്ഞാന സൃഷ്ടിയിൽ കണ്ടതാണ്. വൈകുണ്ഠത്തിൽ നീ നിന്റെ സ്വന്തം പരമാർത്ഥ രൂപത്തിൽ ഭക്തന്മാരെ പരിപാലിക്കുന്നു. ഭൂമിയിൽ നീ ഭക്തന്മാരെ രക്ഷിക്കാൻ പ്രതിബിംബ രൂപേണ എത്തുന്നു. വൈകുണ്ഠത്തിൽ നീ പല്ലക്കായി വാമഭാഗത്തിരിക്കുന്നു. നാരദമുനി ഭക്തിയോട് വീണ്ടും പറഞ്ഞു, നീ ഒറ്റയ്ക്കല്ല ഭൂമിയിലെത്തിയത്, മുക്തി എന്ന പ്രാപ്തിയോടും ജ്ഞാനവൈരാഗ്യമാകുന്ന പുത്രന്മാരോടും കൂടിയാണ്. ദ്വാപരയുഗങ്ങളുടെ അവസാനം വരെ ആനന്ദത്തോടെ നിങ്ങൾ ഭൂമിയിൽ വസിച്ചു. കലിയുഗം വന്നപ്പോൾ നിന്റെ ദാസിയായ മുക്തി ഈശ്വര നിഷേധികളാൽ പീഡിതയായി. ക്രമേണ നിന്റെ ആത്മനുസരിച്ച് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയി. നീ സ്മരിക്കുമ്പോൾ മുക്തി കലിയുഗത്തിൽ വന്നു പോയിരിക്കുന്നു. ജ്ഞാനവൈരാഗ്യങ്ങളായ രണ്ടുപേരും പുത്രന്മാരായി ഭക്തിയുടെ സംരക്ഷണത്തിൽ രണ്ടു വശങ്ങളിലായി ഇരിക്കുന്നു. കലിയുഗത്തിൽ ഭക്തിക്കാണ് പ്രാധാന്യമെന്ന് സാരം. നിന്റെ പുത്രന്മാരെ ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവർ കലിയുഗത്തിൽ മന്ദന്മാരും വൃദ്ധന്മാരുമായി തീർന്നു. നീ ഇപ്പോൾ ചിന്തയെ ഉപേക്ഷിക്കൂ. ഞാൻ ഇതിനുള്ള ഉപായം കണ്ടെത്താം. ജനങ്ങൾ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് അവർ മന്ദന്മാരായി ജരാനരം പതിച്ചു. അവർക്ക് ചിന്തിക്കാൻ പോലും കഴിവില്ലാതായി. അതിന് കാരണം കലികാലമാണെന്നും ഇതിൽ നിന്ന് രക്ഷ നേടാൻ ഞാൻ ഉപായം പറഞ്ഞു തരാമെന്നും ശ്രീ നാരദർ പറഞ്ഞു. ഈ മണ്ഡലകാലത്ത് ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ജന്മദിനമായ ഇന്ന് പ്രഭാഷണം അവതരിപ്പിക്കാൻ എനിക്ക് അവസരം തന്ന ശ്രീ പരമേശ്വരൻ സാറിനോടും മഠത്തിലെ എല്ലാ ഗുരുക്കന്മാരോടും എന്റെ നന്ദി അറിയിക്കുന്നു. സൈറ മോളെ നന്നായിരുന്നു കേട്ടോ. ക്ഷേത്ര ആ ഞാനപ്പ മറ്റേ ഏകശ്ലോക ഭാഗവതം ഞാനപ്പ ചൊല്ലേ. ഏകശ്ലോക ഭാഗവതം. ആദൗ ദേവകി ദേവി ഗർഭജനനം ഗോപീ ഗൃഹേ വർദ്ധനം മായാപൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദാരണം കംസച്ഛേദന കൗരവാദിഹനനം കുന്തി സുധാപാലനം ഹേതത് ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണലീലാമൃതം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇനി കണ്ട തടിക്കു വിനാശവൂ മിന്ന നേരം എന്നേതും അറിഞ്ഞില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്ന തുമ്പവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിയിലേറ്റി നടത്തുന്ന തുമ്പവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പൂ കേറ്റുന്ന തുമ്പവാൻ. വെളുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നീതു കേൾപ്പിന്നെല്ലാവരും. നന്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ. 3 കൊണ്ട ചമച്ചൊരു വിശ്വത്തിൽ 3ആയിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമം കർമ്മവും. നരി ചത്തു നാരായണായി പിറക്കുന്നു, നരി ചത്തുടനോരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന കൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു. ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു. ഈശ്വരന്റെ വിലാസങ്ങൾ ഇങ്ങനെ കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിയിനത്ര നേടുന്നു കർണങ്ങൾ. കർണങ്ങൾക്കു വിള നീളമാകിയ ജന്മദേശമി ഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധിയ നിർണയം.
ഭക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും ശക്തരായ വിഷയീജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവു ഭൂമി ശിവ ശിവ. യുഗം നാലിലും നല്ലു കലിയുഗം സുഖമെൻ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമായ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമില്ല യജ്ഞമറിഞ്ഞാലും അർത്ഥമിത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകോ മനസ്സിനൊരു കാലം. ചത്തുപോം നേരം വസ്ത്രം അതുപോലു മുത്തിട കൊണ്ടുപോവാനൊരുത്തർക്കും കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു അമൃതാം. ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ. സിദ്ധകാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേവരും. ഏതു ദിക്കിലിരിക്കലും തന്നോടെ നാവ് കൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ. ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. എന്നെ പറഞ്ഞു പഠിപ്പിച്ച പരമേശ്വരന് സാറിനും സാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു. സൈറാം. സൈറാം മോളെ വരും സാർ. നന്നായിട്ട് ചൊല്ലി കേട്ടോ. രണ്ട് സ്ഥലത്തും നരി എന്ന് പറഞ്ഞു. ഒരെണ്ണം നരിയും ഒരെണ്ണം നാരിയുമാണേ. ഞാൻ ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിച്ചതാ. നരിജത്ത് നരനായി പറക്കുന്നു, നാരിജത്ത് എന്നുള്ള അടുത്തത് കേട്ടോ. അത് തെറ്റിക്കരുത്, നോക്കണം. ഓക്കെ. അഭിന വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു. സ്വല്പം ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത്, ലൈനില് ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അതായത് ഇന്നത്തെ ആ ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എല്ലാ കുഞ്ഞുങ്ങളും വളരെയധികം ശ്രദ്ധിക്കേണ്ട ആണ്. രണ്ടാം അധ്യായത്തിന്റെ ഈ തുടക്കത്തിലുള്ള നാരദമുനി ഭക്തിയോട് പറയുന്ന കാര്യമാണ്. ഞാനത് ചെറിയൊരു ഭാഗം ഒന്നുകൂടെ ഒന്ന് പറയാം. ഹേ ഭക്തേ, നീ ഭഗവാന് എല്ലായ്പ്പോഴും പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവളാണ്. ഭക്തിയോട് പറയുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് ഭക്തി ഉണ്ടാവണം നമ്മുടെ ഉള്ളിൽ എന്നുള്ളതിനുള്ള ആ കാര്യമാണ് നാരദമുനി പറയുന്നത്. നീ വിളിച്ചാൽ നീചഗൃഹങ്ങളിൽ പോലും ഭഗവാൻ ഓടിയെത്തുക തന്നെ ചെയ്യും. ഭഗവാനെ മനസ്സരിഞ്ഞ് വിളിക്കണം. ഭാഗവതത്തിൽ ധർമ്മവ്യാധൻ, രാമായണത്തിൽ ശബരി, മഹാഭാരതത്തിൽ വിതുരർ എന്നിവരുടെ ഗൃഹങ്ങളിൽ ഭഗവാൻ എത്തിയിരുന്നല്ലോ. ദ്രൗപദിയും ഗോപസ്ത്രീകളും ഒക്കെ ഹൃദയംഗമമായി വിളിച്ചപ്പോഴാണ് ഭഗവാൻ എത്തിയത്. സത്യാദിത്യ യുഗങ്ങളിലും, അതായത് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം മുതലായ യുഗങ്ങളിലും മുക്തിക്ക് കാരണമായി ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ട്. എന്നാൽ കലിയുഗത്തിൽ ഭക്തി മാത്രമാണ് ഈശ്വരപ്രാപ്തിക്ക് കാരണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നിന്നെ കൊണ്ട് വേണം, അതായത് ഭക്തിയെ കൊണ്ട് വേണം എല്ലാ ജനങ്ങൾക്കും മുക്തി ലഭിക്കാൻ. കലിയുഗത്തിൽ നിന്നെ കൊണ്ട് മാത്രമേ ഗുണമുണ്ടാവുള്ളൂ എന്നാണ് നാരദമുനി പറയുന്നത്. എന്ന് നിശ്ചയിച്ച് ഭഗവാൻ പരമാനന്ദവും ബോധവുമാകുന്ന സ്വരൂപത്തോടു കൂടിയ ഭഗവാന്റെ സ്വരൂപത്തിന് സദൃശമായ സ്വരൂപത്തോടു കൂടിയ സുന്ദരിയായ നിന്നെ ശ്രീകൃഷ്ണ വല്ലഭയായിട്ട് സൃഷ്ടിച്ചു. ഭക്തിയുടെ വിശേഷണ ശ്രീകൃഷ്ണ വല്ലഭയാണ് ഭക്തി. അതാണ് രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ പറയുന്നത്. ഇനിയാണ് ഭക്തിയുടെ കഥകൾ മുന്നോട്ട് വരുന്നത്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഈ കാര്യം ഓർക്കണം. ഭക്തി വേണം, എല്ലാവരുടെ ഉള്ളിലും ഭക്തി ഉണ്ടാവണം. ഈശ്വര പ്രേമം, അതാണ് ഭക്തി. ഈശ്വരനോടുള്ള സ്നേഹം, അതാണ് ഭക്തി. അതുണ്ടാകാൻ ഇന്ന് അഭിന നമുക്ക് പറഞ്ഞു തന്നു. അധ്യായം 2ന്റെ തുടക്കത്തില് ഇതെല്ലാവരും മനസ്സിരുത്തി മനസ്സിലാക്കുക. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഭക്തിയുടെ ബാക്കിയുള്ള കാര്യങ്ങളും ജ്ഞാനവൈരാഗ്യങ്ങൾ എങ്ങനെയാണ് ഭക്തിയുടെ കൂടെ ആ ഒരു സഞ്ചാരം അതിനുണ്ടാകുന്ന ചില കഥകളൊക്കെ അവിടെ ഭംഗിയായിട്ട് വരും. ഏതായാലും ഇന്ന് വളരെ നന്നായിട്ട് അഭിന അവതരിപ്പിച്ചു. കുഞ്ഞിനെല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ക്ഷേത്ര കുറച്ചു നാള് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണെങ്കിലും നന്നായിട്ടൊക്കെ ചെയ്തു കേട്ടോ. ഒരുപാട് തിരക്ക്, ഡാൻസിന്റെ തിരക്കാണ്. നിലത്ത് നിൽക്കാനേ സമയമില്ല. ഡാൻസും അങ്ങനെ ചാടി ചാടിയുള്ള ഡാൻസാണ്. ഒരു തരത്തിൽ നിലത്ത് നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ വേണ്ടേ നമുക്ക് ഇത് പഠിക്കാൻ നേരം, ഇരുന്നിട്ട് വേണ്ടേ ഇത് പഠിക്കാൻ. എന്തായാലും മോളുകുട്ടി നന്നായിട്ട് അവതരിപ്പിച്ചു കേട്ടോ, മെഡിക്കൽ കുട്ടിയായി. അടുത്ത കൊല്ലം നമുക്ക് പ്രഭാഷണമൊക്കെ ചെയ്യണം. ശരി, സായിറാം. അപ്പൊ രണ്ടുപേർക്കും സായിറാം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളെ. ഇന്ന് ഭഗവാന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ ഫുൾ ടൈം അവിടെ ആയിരുന്നു. നിങ്ങൾക്ക് രാവിലെ, അതുകൊണ്ടാണ് നിങ്ങളോട് രാവിലെ രുദ്രമൊക്കെ ജപിക്കാൻ പറഞ്ഞത്. എല്ലാം ഭംഗിയായിട്ട് നടന്ന വീഡിയോ ഒക്കെ കണ്ടു. എല്ലാവരും നന്നായിട്ട് മഠത്തിലെ ഭഗവാന്റെ ബർത്ത്ഡേ ആഘോഷിച്ചു എന്നറിഞ്ഞ സന്തോഷം. അപ്പൊ സായിറാം, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. കുഞ്ഞുങ്ങളെ അഭിനന്ദിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം. സായിറാം സർ, ഇന്ന് നമ്മുടെ മധുചേട്ടന്റെ നല്ലൊരു ആർട്ടിക്കിൾ ഉണ്ട് ജന്മഭൂമിയുടെ സപ്ലിമെന്റില്. ആണോ? ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ജന്മശതാബ്ദി ശാന്തിമാർഗം അമൃതമൊഴികൾ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ആർട്ടിക്കിള് മധുചേട്ടന്റെ ഫോട്ടോ സഹിതം വന്നിട്ടുണ്ട്. ഇന്നത്തെ ഞാൻ കയറിയപ്പോ കുറച്ച് ലേറ്റ് ആയി. ഞങ്ങൾക്ക് ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ്, അതിന്റെ കുറച്ച് തിരക്കുകളുണ്ട്. ഇന്നലെ എനിക്ക് കയറാനേ പറ്റിയില്ല. മോൾ അഭിനയുടെ പ്രഭാഷണം ഞാൻ കേട്ടു. കുറച്ച് ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, എന്നാലും മോളുടെ നന്നായിരുന്നു കേട്ടോ, നല്ലോണം പറഞ്ഞിട്ടുണ്ട്. നെറ്റിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മോള് നന്നായിട്ട് പറഞ്ഞു കേട്ടോ. പിന്നെ ക്ഷേത്രക്കുട്ടി നന്നായിട്ട് ചൊല്ലി, സാറ് പറഞ്ഞ തെറ്റുകൾ തിരുത്തി മനസ്സിലാക്കി ഇനി നന്നായിട്ട് ചെയ്യാം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. ഹരേ കൃഷ്ണ. രണ്ടുപേരും നന്നായിരുന്നു, വളരെ നല്ലോണം പറഞ്ഞായിരുന്നു. പിന്നെ മറ്റേ സന്ധ്യ പറഞ്ഞ പോലെ അഭിനയുടെ എനിക്ക് കുറച്ചും ബ്രേക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്, കുറച്ചൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച എന്റെ ഫോണിന്റെ കുഴപ്പമായിരിക്കും. നന്നായിരുന്നു മക്കളെ, രണ്ടുപേരും നന്നായിരുന്നു. ഇത് രണ്ടുപേരും ഇത് തന്നെ ഫോളോ ചെയ്ത് എല്ലാം നല്ല എന്നും ഇത് വായിക്കണം. ജ്ഞാനപ്പാന, ഞാൻ പരമേശ്വരനോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജ്ഞാനപ്പാന പിള്ളേരെ പഠിപ്പിക്കണമെന്ന്. അത് വളരെ കേട്ടപ്പോ ഭയങ്കര സന്തോഷമായിപ്പോയി. ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം ഈ ജ്ഞാനപ്പാന ഒരെണ്ണം പറഞ്ഞു കൊടുക്കുന്നത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് അതൊരെണ്ണം പഠിച്ചാൽ മതി. നമുക്ക് വേറെ എല്ലാം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഒറ്റ സബ്ജക്റ്റ് നമ്മൾ ജ്ഞാനപ്പാന പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. വളരെ നന്നായിരുന്നു മക്കളെ. ഏതായാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹരിയോം സാർ. യോഗമില്ലാതായി പോയി. കുഞ്ഞുങ്ങൾ അപ്പൂപ്പനെ നോക്കിയിരിക്കുക. എന്ത് ചെയ്യാനാ, ഇപ്പഴാ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞത്. ഇന്ന് പിന്നെ ഭഗവാന്റെ ബർത്ത്ഡേ ഇല്ലായിരുന്നു. പിന്നെ ഫുൾ ടൈം നിക്കേണ്ടി വന്നു ഇവിടെ. ക്ഷമിക്കണം, കുട്ടികളുടെ ഞാൻ യൂട്യൂബിൽ കണ്ടോളാം. കുഴപ്പമില്ല, അപ്പൂപ്പനെ സ്മരിച്ചുകൊണ്ട് നന്നായിട്ട് ചെയ്തു. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ കേട്ടോ. മധുചേട്ടന്റെ ആർട്ടിക്കിൾ വായിച്ചു കേട്ടോ. ആഹാ, ജന്മഭൂമിയില് വന്നിട്ടുണ്ട്, അടിപൊളി. ഭഗവാനെ പറ്റി ഇത്രയും മീൻസ് ഒരു സമഗ്രമായിട്ട് നമുക്ക് സത്യസായി ബാബയെ പറ്റി ഒട്ടും അറിയാൻ പാടില്ലാത്ത ആൾക്കും ഒരു അറിവ് അത്രയും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. ഭഗവാൻ എഴുതുന്നതല്ലേ, ഞാൻ എഴുതുന്നൊന്നുമല്ല. സത്യം, ശരിയാണ്, സത്യമാണ്. ശരി, സന്തോഷമായിട്ടിരിക്കെ. എല്ലാരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഹരേ കൃഷ്ണ. കുഞ്ഞുങ്ങളെ നന്നായിട്ട് പറഞ്ഞു. അഭിനയ മോളെ എല്ലാരും പറഞ്ഞത് തന്നെ ഇച്ചിരി ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇയർഫോണൊക്കെ വെച്ച് ഞാനത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കേട്ടൊക്കെ നോക്കി. കുഴപ്പമില്ല, നന്നായി പറഞ്ഞു മോൾ. ആ ഭക്തിയാണ് ഏറ്റവും ഒരാൾക്ക് വേണ്ടതെന്നുള്ള അത് നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് തന്നെ പറഞ്ഞു. ഇനിയുള്ള ഭാഗങ്ങളിലും അത് തന്നെ നമുക്ക് കേൾക്കാം. ഒരുപാട് വലിയ അറിവും ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും വേണ്ടില്ല, നമ്മൾ ഭഗവാനിൽ നല്ല ഉറച്ച ഭക്തിയോടെ ഇരിക്കണം. ഭഗവാനിലുള്ള വിശ്വാസമാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. വേറൊന്നും നമുക്ക് വലിയ ആവശ്യമില്ല. ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചൊക്കെ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാകും ചിലർക്ക്.
അതൊന്നും വലിയ കാര്യമല്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഭഗവാൻ നിറഞ്ഞു നിൽക്കണം. അത് തന്നെയാണ് ഭക്തിയോട് ഭഗവാൻ പറയുന്നത്. എല്ലാ ഭക്തരുടെയും മനസ്സിൻ്റെ അകത്ത് നീ കുടിയിരിക്കും. അത് മതി. നമുക്ക് ജീവിതത്തിൽ അതാണ് ഏറ്റവും വേണ്ടത്. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ഒപ്പം നമ്മളെ താങ്ങാൻ ഭഗവാൻ ഉണ്ടെന്നുള്ള വിശ്വാസം, നമ്മളുടെ ജീവിതം മുഴുവൻ എൻ്റെ കൂടെ ഭഗവാനാണ് എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം മതി. ആ ഭക്തിയാണ് ഏറ്റവും പ്രധാനം എന്നുള്ള സന്ദേശം ഇന്ന് മോള് പറയുകയാണ്. ഭാഗവതത്തിൽ കൂടി ആണെങ്കിൽ കൂടി മോളത് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. ഇനിയും വരും തലമുറകളൊക്കെ അത് പറയുന്നു. വളരെ സന്തോഷം. മോളും അതുപോലെ ജ്ഞാനപ്പാനെ നന്നായി ചൊല്ലി. പിന്നെ സാറ് കറക്ഷൻ പറയുകയും ചെയ്തു. നന്നായിരുന്നു. പിന്നെ എല്ലാവരും ഇനിയും ഞാൻ ഇന്നലെയും പറയാമോ എന്നറിയില്ല, എന്നാലും കുഞ്ഞുങ്ങളോട് പറയാം. ഏകവചനം പറയുമ്പം ഉവാച എടുത്ത് തന്നെ പറയണം. പിന്നെ ശൗനക ഉവാച, സൂത ഉവാച എന്ന് പറയരുത്. ഒരാളാണെങ്കിൽ സൂത ഉവാച. എല്ലാ കുട്ടികളോടും അത് എടുത്ത് തന്നെ പറയുന്നതാണ്. അല്ലേ സാറേ? അതല്ലേ ശരി? അതെ അതെ അതെ. അപ്പോ രണ്ട് വരും. നമുക്ക് നിങ്ങളൊക്കെ സംസ്കൃതം പഠിക്കുന്ന കുട്ടികളാ അല്ലേ? അപ്പൊ അത് സൂത ഉവാച എന്ന് പറയുമ്പോൾ സൂത രണ്ടുപേരാകും. സൂത ഉവാച എടുത്ത് തന്നെ പറഞ്ഞാൽ അത്യുത്തമം. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. ഇത് അത്യുത്തമം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളത് അറിഞ്ഞ് പറയുമ്പോൾ അത് കൂടുതൽ ശരിയാകും. നന്നായി പറഞ്ഞു കുട്ടികളെ. സാറിനോടും നമസ്കാരം. മധുചേട്ടനോട് അതുപോലെ ആർട്ടിക്കിള് ഞങ്ങളുടെ കിട്ടി, ഞങ്ങൾ വായിച്ചു. എന്നെ പോലെ എനിക്ക് വലിയ അറിവൊന്നുമില്ല ബാബായുടെ കാര്യങ്ങൾ, പക്ഷെ ഇന്ന് അത് വായിച്ചപ്പോൾ വളരെ സന്തോഷമായി. മധുചേട്ടന് നമസ്കാരം. ഹരിബോൽ. ഹരേ കൃഷ്ണ. സാറിന് നമസ്കാരം. ഹരേ കൃഷ്ണ. നമസ്കാരം. നമസ്കാരം. സായിരാം. നാളത്തെ പ്രോഗ്രാം നാളെ 2-ാം അധ്യായത്തിലെ തുടർച്ചയായിട്ട് 13-ാമത്തെ ശ്ലോകം മുതൽ 24-ാമത്തെ ശ്ലോകം വരെ പാരായണവും അതിന്റെ ചെറിയൊരു സാരവും പാർവതി PR ആണ് അവതരിപ്പിക്കുന്നത്. ജ്ഞാനപ്പാനയും ഏകശ്ലോകഭാഗവതവും സാൻവിക്കുട്ടി, ഏറ്റവും ചെറിയ കുട്ടി നമ്മുടെ ഗ്രൂപ്പിലെ, അവളാണ് നാളെ കുറച്ച് ജ്ഞാനപ്പാനയും ചൊല്ലി ഏകശ്ലോകഭാഗവതവും ചൊല്ലുന്നുണ്ട്. രണ്ടുപേരും നമ്മുടെ ഓൺലൈനിലും നേരിട്ടുള്ള ക്ലാസ്സിലൊക്കെ വരുന്ന കുട്ടികളാണ്. എല്ലാം മുടക്കം കൂടാതെ എപ്പോഴും വരുന്ന കുഞ്ഞുങ്ങളാണ്. മറ്റ് പാർവതിയൊക്കെ ബാക്കിയുള്ള ഡാൻസ് കാര്യങ്ങൾ ഇതിലെല്ലാം വളരെ സജീവമാണ്. പഠിത്തത്തിന്റെ കാര്യത്തിലും വളരെ മിടുക്കിയാണ്. എല്ലാവരെയും നാളെ ഇതേ സമയത്ത് കുഞ്ഞുങ്ങളെ എല്ലാവരും ഇതുപോലെ വന്ന് കുട്ടികളെ അനുഗ്രഹിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരിലും ഈ സന്ദേശം, ഓരോ ദിവസവും സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുവാനായിട്ട് ഓർക്കുക. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പ്രത്യേകിച്ചും ഇപ്പോൾ ഈ പറയുന്ന ഭക്തി, എല്ലാവരിലും ഭക്തി ഉണ്ടാകാനായിട്ട്, അപ്പൊ തന്നെ നമ്മുടെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ മാറും. എന്താ വെച്ചാൽ അത് ഉള്ളിൽ ഉണ്ടെങ്കിൽ ഈ മനുഷ്യന്റെ മറ്റു തരത്തിൽ ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുക, ദ്രോഹിക്കുക എന്നുള്ളതിന് യഥാർത്ഥ ഭക്തി ഉണ്ടെങ്കിൽ കുറവ് വരും. ഇപ്പൊ നമ്മളിപ്പോ ഭക്തരെന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ ഒരു ഭക്തി അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥ ഭക്തി ഉണ്ടെങ്കിൽ ആരെയും വേദനിപ്പിക്കാൻ തോന്നില്ല. അപ്പോൾ ആ ഒരു തലമുറ നമുക്കുണ്ടാകട്ടെ. അതിനുവേണ്ടി കുഞ്ഞുങ്ങളെയും ഇതിനകത്ത് കൊണ്ടുവരിക. ആ ഈശ്വരനെ ആശ്രയിച്ചാൽ മതി എന്ന് വരുമ്പോൾ ആർക്കും പ്രയാസങ്ങൾ, താങ്ങാൻ പറ്റാത്ത പ്രയാസങ്ങൾ ഉണ്ടാവില്ല. കാരണം ഒരു ആലംബമുണ്ടല്ലാത്ത. അതില്ലാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യണ്ടേന്ന് അറിയാതെ കണ്ട് അവസാനം ആത്മഹത്യക്ക് വരെ പോകേണ്ടതായ സിറ്റുവേഷൻ വരുന്നത്. അതുകൊണ്ട് ഭക്തി ജനിക്കുവാനായിട്ട് ഈ 2-ാം അധ്യായത്തെ നന്നായിട്ട് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ആ ഭക്തിയുടെ പ്രാധാന്യം വളരെ നല്ല രീതിയിൽ മനസ്സിലാകും. അതിന് വരും ദിവസങ്ങളിൽ എല്ലാവരും മുടക്കം കൂടാതെ കയറുക, മറ്റുള്ള കുഞ്ഞുങ്ങളോടും ഈ വിവരം പറയുക. എല്ലാവർക്കും സായിറാം. നമുക്ക് നാളെ വീണ്ടും കാണാം. സായിറാം. സായിറാം. സായിറാം.